നല്ല മുഴുത്ത കേരയുടെ തല അതാ മീൻചാറിനകത്ത് കിടന്ന് നല്ല വെട്ടിത്തിളയ്ക്കുന്നു. അതിൽ നിന്ന് ആ തലയെടുത്തിട്ട് ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ട് മണ്ടയ്ക്ക് ചാറ് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊണ്ടൊന്ന് മുന്നോട്ട് അങ്ങോട്ട് വെക്കും. ഒരപ്പം, ആ വെള്ള അപ്പം അങ്ങോട്ട് എടുത്തിട്ട് അതിൽ നിന്നൊരു പീസ് അങ്ങോട്ട് മുറിച്ചിട്ട് ഈ ചാറിനകത്തൊരു ഡിപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് ആ മീനിൻ്റെ കണ്ണുഭാഗത്ത് നിന്ന് കുറച്ച് മാംസം എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇതിൻ്റെയൊക്കെ സൈഡായിട്ട് ഇത്രയും വലിയ കൊഞ്ച്, ഞണ്ട്, കക്ക, ബീഫ്, പോർക്ക് എല്ലാം നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് നല്ല ആവി പോകുന്ന പുഴുക്കുണ്ടല്ലോ, വെന്തുടഞ്ഞ കപ്പ, ചേമ്പ്, ചേന എല്ലാം നിരത്തി വെച്ചേക്കുന്നു. അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൽ നിന്ന് ഓരോന്നങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഞാനേ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒപ്പിക്കാം. ഇപ്പൊ എന്തിനാ പൈസ? എക്സാമിന് ഹാൾ ടിക്കറ്റ് മേടിക്കാനാ, അതിനായിരുന്നു പൈസ. അപ്പൊ കഴിഞ്ഞ ആഴ്ച പൈസ മേടിച്ചതിനാണോ നീ? അത് എക്സാം ഹാളിന് റെന്റ് കൊടുക്കാനാ. എന്തോ ചെയ്യാനാ, പുതിയ നിയമോ കോളേജില്. ഇപ്പൊ നിയമങ്ങളൊക്കെ ഇച്ചിരി കൂടുന്നുണ്ട്. എന്നാ പിടി വരുവാന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കള്ളിഷാപ്പാ? കള്ളിഷാപ്പ് മാത്രമല്ല, റെസ്റ്റോറന്റ്. ഇവിടുത്തെ ഫുഡ് മോനെ ഞാനൊന്നും ഇല്ല. നല്ല തലക്കറിക്കകത്ത് അപ്പം ഇട്ട് മുക്കിയിട്ട് ചെറിയ പീസ് എടുത്തിട്ട് കുഴച്ചിട്ടാ ഇതുവരെയായിട്ടും റെഡി ആയില്ലോടി അങ്ങോട്ട്. എടി ചാനലുകാർ പെട്ടെന്ന് വരുന്ന ഒന്ന് പെട്ടെന്ന് റെഡിയാക്ക്. താൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടോ. ഞാൻ തിന്നുവല്ല മുതലാളി. ഇന്നത്തെ കൂട്ടേ ഇന്ന് തലക്കറി പൊളിച്ചിട്ടുണ്ട് കേട്ടാ. എടാ, ഈ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? എന്തോ കുഴപ്പമോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് എടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നിൽക്കുന്നുണ്ടോ? അതാണ് രമണൻ ചേട്ടൻ, അതാണ് ഭാർഗവി ചേച്ചി. ഇവരാണ് ഇവിടുത്തെ എല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞ ഭാർഗവി ചേച്ചി. ചേച്ചി എന്താ സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യൽ നല്ല കിണ്ണം കാച്ചിയ തലക്കറിയുണ്ട്. എടുക്കട്ടെ? തലക്കറിയാ? എടി, ആ ക്യാമറക്കാർ വന്ന് പെട്ടെന്നല്ല ഒന്ന് സെറ്റ് ആക്ക, അവർക്ക് എടുക്കാനുള്ള. ചെല്ലങ്ങോട്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടാക്കളെ? തലക്കറി. ഹായ് ഗൈസ്, നാവിലെ രുചിയും ഷാപ്പിലെ കറിയും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പുതിയ രുചിയിടങ്ങൾ തേടി എത്തിയിരിക്കുന്നത് നാട്ടും പുറത്തുള്ള ഒരു ഷാപ്പിലാണ്. ഇവർ രണ്ടുപേരാണ് ഇതിന്റെ മുതലാളിമാർ. പേര് പറയൂ. രമണൻ. അപ്പൊ നമ്മൾ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, നേരെ പോകുന്നത് ഇവരുടെ രുചി എന്താണെന്ന് അറിയാനായിട്ടാണ്. അപ്പൊ പോയാലോ? അപ്പൊ പോട്ടെ. നല്ല സൂപ്പർ മണം. ഇത് കഴിക്കുന്നതിന് പ്രത്യേക ഒരു നിയമമുണ്ട്. കപ്പയുണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് കറിയുണ്ടോ, കുറുകുറുത്ത കറിയാ, ഇട്ടിട്ടേ ഇതേ ഒന്ന് മറിച്ചിട്ടേ ഒരു ഇച്ചിരി മീൻ എടുത്തിട്ടേ അതിൽ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട്. അപ്പൊ ഗൈസ്, നമ്മൾ വന്ന് കയറിയപ്പോ തന്നെ കാണുന്നത് ഒരു അടിപൊളി ഒരു തലക്കറിയാണ്. എന്റെ മോനെ കിടിലൻ കറി. അതിന്റെ ഒരു കളർ കണ്ടോ? കളർ കണ്ടിട്ടാണ് ഇങ്ങനെ കിടിലൻ ടേസ്റ്റ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ചേച്ചിയുടെ കൈപ്പുണ്യം വേറെ ലെവലാ. ചേട്ടനെ പിന്നെ പറയണ്ട. കുറച്ച് കപ്പയിലെത്തിട്ടുണ്ടല്ലോ, ഈ ചായ ഇങ്ങനെ മുക്കിയിട്ട് മീന പീച്ചൂടെ അതിനകത്തോട് കയറിയുണ്ടല്ലോ ഇങ്ങനെ. അങ്ങോട്ട് മാറ്റും, കൈ മാറ്റും. തലക്കറി മാത്രമേ ഉള്ളൂ ചേട്ടാ, ബാക്കിയുള്ളതൊക്കെ എടുത്തു. കൈ മാറ്റാം. ബാക്കിയുള്ളതൊക്കെ എടുത്തോളൂ. ഞണ്ട്, അക്ക, അതൊക്കെ എടുത്തോണ്ട് വാ. ഓ ചേട്ടാ, എന്തോ ടേസ്റ്റ്. അക്കടെ എന്റെ തലയും കൂടെ. ചേട്ടൻ്റെ തല മറയണ്ട അങ്ങോട്ട്. ഇത് റൈറ്റ് അറിയാൻ തീർക്കട്ടെ. എന്റെ അളിയാ, ഈ തലയിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ പൊടിച്ചങ്ങോട്ട് വേണം. അതിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഭാർഗവി ചേച്ചി തന്നെ നമുക്ക് ഞണ്ടും കൊണ്ട് വന്നിട്ട് ആ വാക്കോട്ട് ചേച്ചി. എന്റെ അളിയാ, ഇതാണ് ഞണ്ട്. കൈമാട്ടം. ഇതിങ്ങനെ ഒടിച്ചിട്ടുണ്ടല്ലോ, അതിൽ മാംസം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഉറിഞ്ഞ് കഴിക്കണം. എന്റെ അളിയ, ഇതിന്റെ ഗ്രേവി ഉണ്ടല്ലോ, ഈ ഗ്രേവിക്ക് അത് കുറച്ച് പൊറോട്ടാടെ കിട്ടിയാണല്ലോ. അറിയില്ല, ചോദ്യ ടേസ്റ്റ്.
സാറിനെക്കാട്ടിലും വെള്ളം നിന്റെ വായിക്കാത്തുണ്ടല്ലോ ഗൈസ് എന്റെ വലിയ കൊമ്പുണ്ട് അതുപോലെ തന്നെ അയ്യോ നിൽക്കണേ. അപ്പൊ ഗൈസ് തലക്കറി ഞണ്ടും വന്നതിന് ശേഷം എന്താ മുയലിറച്ചി വരുന്നു, കക്ക വരുന്നു, കല്ലുമക്കായ വരുന്നു, കണവ റോസ്റ്റ് വരുന്നു, ആറ്റുവാള വരുന്നു. അതെല്ലാം ഇങ്ങോട്ട് നിരത്തി വെക്ക് രമണൻ ചേട്ടാ, ഭാർഗവി ചേച്ചി ഇങ്ങോട്ട് ഒതുക്കി വെക്ക്. തീർന്നു പോവോ എന്റെ അടിയോ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഇവിടുത്തെ ഭാർഗവി ചേച്ചിയുടെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട്. കുട്ടനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന താറാവിലുണ്ടാക്കിയ അടിപൊളി താറാവ് കറി ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. അടുത്ത നമ്മളുണ്ടല്ലോ ഷാപ്പിലെ ഷവർമ ഉണ്ടാക്കുമ്പോ ഒരപ്പം ഇട്ടെടുത്തിട്ടുണ്ടല്ലോ, കക്കാണ് ഇങ്ങനെ മണ്ടക്കോൽ ഇട്ടിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി ബീഫ്. ബീഫ് ഇങ്ങനെ ഒരു 4 എണ്ണം ഇങ്ങോട്ട് വെക്കുക, ഒരു സവാളയുടെ ഇങ്ങോട്ട് വെക്കുക, ഇച്ചിരി താറാവിന്റെ ഇതും ഇച്ചിരി മീൻ്റെ ചാറുകൊണ്ട് മൈനേസ് പോലെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ മടക്കിയിട്ടുണ്ടല്ലോ. എങ്ങുണ്ട് അടിപൊളിയായി ചേട്ടാ. എത്രയായി? പിന്നെ വീഡിയോ നമ്മൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായി കേട്ടോ. അതൊക്കെ പറ്റ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. പൈസ എത്രയാ? അല്ല ഇന്ന് വീഡിയോ പോവോ? ഇന്ന് ഉറപ്പായിട്ട് എന്തായാലും വീഡിയോ പോകും. പൈസ ഒന്നും വേണ്ട, ഇന്ന് വീഡിയോ ഇടുമല്ലോ. അല്ല കുഴപ്പമില്ല, തരാം. എത്രയും ഒന്നും വേണ്ട ചേട്ടാ, ഒന്നും വേണ്ടല്ലോ. നമ്മുടെ ഇന്ന് തല വീട്ടിലല്ലേ കാണും, എല്ലാരും കാണും. ആദ്യം അങ്ങോട്ട് ബ്ലോഗറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡിന്റെ പൈസ കൊടുക്കണ്ട. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഗൈസ്, അപ്പൊ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. ചേച്ചി വ്ലോഗിങ്ങിന് വേണ്ടിയേ 2 കപ്പ ചേച്ചി, പിന്നെ കടവ, ഈ തല വേറെ തലയും കൂടെ, പിന്നെ കൊഞ്ച്, പിന്നെ ഞണ്ട്, പിന്നെ ബീഫ് എല്ലാം വീഡിയോക്ക് വേണ്ടിയാണ്. ചേട്ടാ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ വീഡിയോ ഒന്ന് വൈകിട്ട് വരും കേട്ടോ. അതൊക്കെ പോട്ടെ, ഏത് ചാനലാ വരുന്നത്? മുമ്പ് ചേട്ടൻ വന്നില്ല, അതുപോലെ യൂട്യൂബിനകത്ത്. അല്ല, മുമ്പ് പോയ ചേട്ടൻ ഇടാന്ന് പറഞ്ഞില്ലേ? അയ്യോ, അത് ശാന്തന് സീരിയല് കാണുന്ന തിരിക്കത്തില്ല. എന്താണ് ഏഷ്യാനെറ്റ് ഇല്ലയോ? ഇത് നിങ്ങളുടെ എവിടാ വരുന്നത്? ഞങ്ങളുടെ ഫോണിനകത്താ. ഫോണിനകത്തുണ്ട്. ഫോൺ കാണിച്ചു മോനെ, അവിടെ കുറഞ്ഞ ഫോണാ, ഇത് കിട്ടത്തില്ല. എന്റെ തരാം. ഇതല്ലാതെ വേറെ ഫോൺ ഉണ്ടോ? മറ്റേ വലിയ ഫോണില്ലയോ? അതുകൊണ്ട് അതിന്റെ അകത്ത് എടാ കയ്യില് 300 ഉള്ളൂ. 1000 രൂപയുടെ ഫുഡായി, ബാക്കി 700 പിന്നെ തരാന്ന് പറഞ്ഞാലേ ഇവര് നമ്മുടെ തലയെടുത്ത് കറി വെക്കും. അപ്പൊ എന്തോ ചെയ്യും? ആ കാണുന്ന അടുക്കള അത് തന്നെ. 700 രൂപയ്ക്ക് വൈകിട്ട് വരെ പണി എടുക്കും. മുതലായിക്കോണം. ഉള്ള കാര്യം തുറന്നു പറയോ? നിർത്ത് പൊളിച്ചളിയാ. ഓക്കെ ബൈ. നല്ല തലക്കറിയുടെ മണം. എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾ ടിക്കറ്റ് ഒക്കെ സെറ്റായി, നാളെ കിട്ടും. തലക്കറി. ഷാപ്പിലെ രുചി നാവിലെ കറിയിലെ വീഡിയോ വന്നല്ലോ.